പ്രവാസികളേറെയുള്ള തീരദേശ മേഖലയായ പടന്നയിൽ ഇതുവരെ കോവിഡിനെ ഒരളവോളം പിടിച്ചു നിർത്താൻ അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നവംബർ മുതൽ ഡിസംബർ വരെ സീറോ കോവിഡ് പദ്ധതി പ്രഖ്യാപിച്ചതിനിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത്. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കിടയിൽ രോഗവ്യാപനത്തിന്റെ സാധ്യത മുന്നിൽ കണ്ടാണ് സ്ഥാനാർത്ഥികൾക്കായി സീറോ കോവിഡ് ചലഞ്ച് എന്ന വ്യത്യസ്തമായ പദ്ധതി പ്രഖ്യാപിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ജില്ലാ ഭരണകൂടം നടപ്പാക്കിയ മാഷ് പദ്ധതിയുടെ ഭാഗമായാണ് സ്ഥാനാർത്ഥികൾക്കായുള്ള കോവിഡ് ചലഞ്ച്. വോട്ട് ചെയ്യണം, പൂർണ്ണമായിട്ടും മാസ്ക് ധരിച്ച് അകലം പാലിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത്. വോട്ടഭ്യർത്ഥനയിലും പ്രചരണ പരിപാടികളിലുമെല്ലാം കോവിഡിനെ തടയാനുള്ള മുൻകരുതലുകൾ പാലിക്കുമെന്ന പ്രതിജ്ഞ ചൊല്ലി എതിരാളിയെ വെല്ലുവിളിക്കുന്നതാണ് പദ്ധതി. പടന്ന ഗ്രാമപഞ്ചായത്ത് സീറോ കോവിഡ് സ്ഥാനാർത്ഥി ചാലഞ്ച്. ഞാൻ PP കുഞ്ഞികൃഷ്ണൻ, പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. കോവിഡ് എന്ന മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ പൂർണ്ണമായും പ്രോട്ടോകോൾ പാലിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. സീറോ കോവിഡ് സ്ഥാനാർത്ഥി ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും പ്രചരണത്തിലും ഞാനും എൻ്റെ പാർട്ടിയും അനുയായികളും പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതാണ്. എന്റെ സഹപ്രവർത്തകരും പാലിക്കുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും ഉറപ്പുവരുത്തും. പടന്ന പഞ്ചായത്ത് മാഷ് പദ്ധതിയുടെ ഈ സീറോ കോവിഡ് ചാലഞ്ച് ഞാൻ ഏറ്റെടുക്കുമെന്ന് ഉറപ്പു തരുന്നു. അധ്യാപകർ മുൻകൈയെടുത്ത് നടപ്പാക്കിയ സീറോ കോവിഡ് ചലഞ്ചിന് ഇതിനോടകം നല്ല സ്വീകാര്യതയാണ് കൈവന്നിരിക്കുന്നത്. സാമൂഹ്യ അകലം പാലിച്ച് തന്നെ പോകാൻ പറ്റില്ല. വരുന്ന ആളുകളോടും നമ്മൾ സാമൂഹ്യ അകലം പാലിച്ച് തന്നെ പോകാൻ വേണ്ടിയിട്ട് പറയണം. 45ഓളം വരുന്ന നമ്മുടെ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളിൽ യോഗം വിളിച്ചു ചേർത്തിട്ട് അതിൽ നമ്മൾ കാര്യം അവതരിപ്പിച്ചു. അവരെല്ലാവരും ഇത് ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് 27 സ്ഥാനാർത്ഥികൾ ഓൾറെഡി ചലഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞു. അത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇപ്പം നമ്മൾ പ്രചരിപ്പിക്കുകയാണ്. പഞ്ചായത്തിലെ 15 വാർഡുകളിലെയും മുഴുവൻ സ്ഥാനാർത്ഥികളും പദ്ധതിയുടെ ഭാഗമാകും. മുൻകരുതലുകളൊന്നും കൈവിടാതെ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി പടന്നയെ സുരക്ഷിതമാക്കാനുള്ള അധ്യാപകരുടെ ആശയത്തിന് രാഷ്ട്രീയ കക്ഷികളും ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും നൽകുന്ന പിന്തുണ ശ്രദ്ധേയമാണ്. ഇത്തിരി അകലം പാലിച്ചുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ പൊതുകാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കണം. ക്യാമറാമാൻ ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.